നമ്മുടെ ഗിൽഡിലാണെങ്കിൽ ഇപ്പൊ 15 സ്പേസ് അങ്ങാനുള്ളത്. പുതിയ പ്ലേയേഴ്സിനൊന്നും കിട്ടാനില്ല. നല്ല പ്ലേയേഴ്സിനെ തീരെ കിട്ടാനില്ല. എല്ലാവരും കളി നിർത്തി പോയിന്നാ തോന്നുന്നത്. തൽക്കാലം നീ ഇപ്പൊ ഫ്രണ്ട് ലിസ്റ്റ് നിന്ന് ആരെങ്കിലൊക്കെ വിളിക്കേ, നമുക്ക് ഏതായാലും ഒരു മാച്ച് കളിച്ചേക്കാം. ഇതാരാ ഇങ്ങോട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ? എടാ ആരാടാ ഈ നൂബനൊക്കെ വിളിച്ച് കയറ്റിയത്? പിക്ക് ചെയ്ത് വിട്ടേവനെയൊക്കെ. ഫ്രണ്ട് ലിസ്റ്റിലാണെങ്കിൽ ഇത്രയും പേരൊക്കെ ഓൺലൈനിലുണ്ട്. ആരുടെങ്കിലൊക്കെ ഗ്രൂപ്പിലേക്ക് ഒന്ന് റിക്വസ്റ്റ് കൊടുത്തു നോക്കാം. എടാ ആരാടാ ഈ നൂബനൊക്കെ വിളിച്ച് കയറ്റിയത്? പിക്ക് ചെയ്ത് വിട്ടടാ ഇവനെയൊക്കെ. എടാ ഞാനതിന് നൂബനൊന്നും അല്ല. നിങ്ങൾ എന്ത് കണ്ടിട്ടാ എന്നെ നൂബ എന്നൊക്കെ വിളിക്കുന്നത്? എടാ നൂബ അവിടെ മിണ്ടാതിരുന്നോ? നിന്റെ പേര് തന്നെ കണ്ടാ മതി, റെയ്സ്റ്റാർ 444. എന്തിനാടാ ഈ നൂബനൊക്കെ ഇങ്ങനെ പേരിട്ട് വെച്ചിരിക്കുന്നത്? റെയ്സ്റ്റാറിന്റെ വില കളയാനാണോ? ആർക്കറിയാം, ഇവനെപ്പോലുള്ള നൂബന്മാർക്കൊക്കെ വട്ടായിരിക്കും. എടാ എനിക്ക് വട്ടായതുകൊണ്ടൊന്നും അല്ല. ഞാനാണെങ്കിൽ റെയ്സ്റ്റാറിന്റെ ഒരു വലിയ ഫാനാ. അതുകൊണ്ടാണ് റെയ്സ്റ്റാർ 444 എന്ന് പേര് വെച്ചോണ്ടിരിക്കുന്നത്. എടാ നൂബ, നിന്നെപ്പോലുള്ളവന്മാർ കാരണം റെയ്സ്റ്റാർ വരെ കളി നിർത്തിപ്പോയത്. എടാ നിങ്ങൾ എന്നെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ വെറുതെ റെയ്സ്റ്റാറിനെ കുറിച്ച് ഇല്ലാത്തൊന്നും പറയല്ലേ. എടാ ആരാ ഇല്ലാത്തൊക്കെ പറഞ്ഞത്? ഞങ്ങളുള്ള കാര്യം തന്നെയാ പറഞ്ഞത്. റെയ്സ്റ്റാറൊക്കെ കളിയൊക്കെ നിർത്തിപ്പോയി. നിന്നെപ്പോലുള്ളവന്മാർ കാരണമായിരിക്കും. നിന്നെപ്പോലുള്ളവന്മാരെ കലോക്കിനും ഡയമണ്ട് ചോദിച്ച് ഉറപ്പിച്ചാണോ? അതായിരിക്കും നിർത്തിപ്പോയത്. എടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനാണ് ഈ നൂബൊന്നും അല്ല. എൻ്റെ അടുത്ത് നല്ല അക്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നതാ. ഗരീൻ അത് പിടിച്ച് ബാൻ ആക്കിയത് കാരണം ഞാൻ കളിക്കുന്നത്. ഗരീൻ അത് പിടിച്ച് ബാൻ ആക്കിയത് കൊണ്ട് ഞാൻ ഇപ്പൊ ഈ നൂബ കൊണ്ടി കളിക്കുന്നത്. എടാ എനിക്ക് അപ്പോഴേ തോന്നിയതാ, ഇവനെ പോലുള്ള ഹാക്കർമാർ കാരണം റെയ്സ്റ്റാറിനെ പോലുള്ള ലെജൻസ് വരെ കളി നിർത്തിപ്പോയത്. നിനക്കൊന്നും നാണയില്ലല്ലോടാ ഹാക്കൊക്കെ കയറ്റി കളിക്കാൻ. ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും ഗെയിമിന്റെ വില കളയാൻ വേണ്ടി. എടാ ഞാൻ ഹാക്കൊന്നും യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഗരീനെ ഒരു കാരണവും ഇല്ലാതെ വെറുതെ എൻ്റെ അക്കൗണ്ട് പിടിച്ച് ബാൻ ആക്കിയത്. അതിനുശേഷം ഞാൻ ഗെയിം മൊത്തത്തിൽ വെറുത്തുപോയി. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഈ നൂബ കൊണ്ടി കളിക്കുന്നത്. ഇല്ലേ ഞാൻ എന്നേ ഗെയിം നിർത്തിപ്പോയനെ. ഒന്ന് പോടാ നൂബേ, എന്താ നീ പറഞ്ഞു വരുന്നത്? നീ ഓൾഡ് പ്ലെയർ ആണെന്നാണോ? വല്ല സീസൺ 20 കളി തുടങ്ങിയ പ്ലെയർ ആയിരിക്കുമടാ. എടാ ഞാൻ സീസൺ 3 മുതൽ കളിക്കുന്ന ഒരു പ്ലെയറാ. എൻ്റെ ഗോൾഡൻ പ്രൊഫൈൽ അക്കൗണ്ടാ ഗരീനെ പിടിച്ച് ബാനാക്കി കളഞ്ഞത്, ഒരു കാരണവും ഇല്ലാതെ. എടാ ഈ നൂബന് ഒരു ഫ്ലാഷ് ബാക്കോ? ഞാനാണെങ്കിൽ ഒരു ദിവസം രാവിലെ എണീച്ച് ഗെയിമിൽ കയറുമായിരുന്നു. അപ്പോഴാണ് ആ ഒരു കാര്യം കണ്ടത്, എൻ്റെ അക്കൗണ്ട് ബാൻ ആയിരിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നത് ഞാനിത് എന്ത് ചെയ്തിട്ട് എൻ്റെ അക്കൗണ്ട് ബാൻ ആയെന്നാ. ഞാനാണെങ്കിൽ ഒരു ഹാക്ക് യൂസ് ചെയ്തിട്ടില്ല. ഒരു കാരണമില്ലാതെ ഈ ഗരീൻ എൻ്റെ അക്കൗണ്ട് പിടിച്ച് ബാൻ ആക്കിയത്. കണ്ട കണ്ണാപ്പി പ്ലേയേഴ്സ് ഒക്കെ ലോക്കൽ ഹാക്ക് കയറ്റി ഇപ്പോഴും കളിക്കുന്നുണ്ട്. എന്നിട്ട് അവന്മാരുടെ അക്കൗണ്ടിൽ ഒന്നും പറ്റുന്നില്ല. വെറുതെ ഇരിക്കുന്ന എൻ്റെ അക്കൗണ്ട് പിടിച്ച് ബാൻ ആക്കി. എന്ത് പണിയായി ഗരീനെ കാണിക്കുന്നത്? എൻ്റെ ഗോൾഡൻ പ്രൊഫൈൽ അക്കൗണ്ടാണ് ഇവന്മാർ പിടിച്ച് ബാൻ ആക്കിയത്. പൈസയുടെ കാര്യമാണെങ്കിൽ കുഴപ്പമില്ലാന്ന് വെക്കാം. എൻ്റെ എത്ര നല്ല ഫ്രണ്ട്സിനെ എനിക്ക് മിസ്സായത്. ഇനിയിപ്പോൾ അവന്മാരോടുള്ള കോണ്ടാക്റ്റ് ഒക്കെ എവിടുന്ന് കിട്ടാനാ? ഗെയിമിൽ ഫ്രണ്ട്സ് ആയിരുന്നവരൊക്കെ ഇനി എപ്പോൾ കാണാനാ? എൻ്റെ എത്ര നല്ല ഓർമ്മകളായി ഇവന്മാർ ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിച്ചത്. എനിക്കാണ് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്തിട്ടാണാവോ എൻ്റെ അക്കൗണ്ട് പിടിച്ച് ബാൻ ആക്കിയത് ഇവന്മാർ? ഇനിയിപ്പോൾ പുതിയൊരു അക്കൗണ്ട് മേടിച്ച് കളിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പഴയ അക്കൗണ്ട് പോലെ ആവില്ലല്ലോ ഇനി വരുന്ന ഏത് അക്കൗണ്ടും. ഗരീനയ്ക്ക് എത്ര മെയിലും മെസ്സേജൊക്കെ അയച്ചു, ഞാൻ ഒന്നുപോലും തിരിഞ്ഞു നോക്കുന്നില്ല. നിങ്ങൾക്ക് ഫ്രീ ഫയർ ഗെയിമിൽ എത്ര ശ്രമിച്ചിട്ടും ഹെഡ് കയറാത്തതിൻ്റെ ഇഷ്യൂ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഗെയിമിലെയും ഫോണിലെയും ഒക്കെ സെറ്റിംഗ്സ് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒരു പ്രീമിയം സെൻസി പാക്ക് ആണ് ഗൈസ്. ഇതാണ് ഈ ഫ്രീ അല്ല, വെറും 29 രൂപ മാത്രമേ ഉള്ളൂ. വെറും ഒരു എയർ ഡ്രോപ്പ് എടുക്കുന്ന പൈസക്ക് നിങ്ങളുടെ ഗെയിം പ്ലേ നിങ്ങൾക്ക് വേറെ ലെവലാക്കാം. പിന്നെ ഗൈസ് ഇത് ഹാക്കോ മോഡോ ഒന്നും അല്ല, പ്യുവർ സ്കിൽ ബേസ് ആണ്. പ്രാക്ടീസ് ചെയ്ത് ടൈം എടുത്ത് മാത്രമേ നിങ്ങളുടെ ഗെയിം പ്ലേ സെറ്റ് ആവുള്ളൂ. ഇത് എടുക്കാൻ വേണ്ടി നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലോ കമന്റിലോ ഉള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. താഴെയായിട്ട് നിങ്ങൾക്ക് ബൈ നൗ എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും ചോദിക്കും. എന്നിട്ട് ബൈ നൗ കൊടുക്കുവാണെങ്കിൽ GPayയോ UPIയോ വെച്ച് പേയ്മെന്റ് ചെയ്യാം. ഇമെയിൽ തെറ്റാതെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതിലോട്ടായിരിക്കും സെൻസി പാക്ക് വരാൻ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും തന്നെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എത്ര നല്ല അക്കൗണ്ട് ഉണ്ടായിരുന്നു ഞാനാ. എന്നിട്ട് ഇപ്പോഴെന്താ ഈ നൂബ കൊണ്ടി കളിക്കേണ്ട അവസ്ഥയായി. ഒരു സമയത്ത് ഫ്രണ്ട് ലിസ്റ്റ് ഒക്കെ ഫുള്ളായി ആരുടെ കൂടെ കളിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഇതുവരെയായിട്ട് ഒരു റിക്വസ്റ്റ് പോലും വന്നില്ല. എന്നാൽ ഈ ഒരു അവസ്ഥ വേറെ ആർക്കും വരാതിരിക്കട്ടെ. നല്ലൊരു അക്കൗണ്ടും പോയി ഇപ്പം ഈ നൂബ് അക്കൗണ്ടിൽ കളിക്കേണ്ട അവസ്ഥയായി. എന്നാൽ ഏതെങ്കിലും കാലത്ത് കരീനക്ക് നല്ല ബുദ്ധി തോന്നിയിട്ട് എൻ്റെ അക്കൗണ്ട് തിരിച്ചു തന്നാൽ മതിയായിരുന്നു. പറഞ്ഞു കഴിഞ്ഞില്ല, അപ്പോഴത്തേക്കും ആരും എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഏതായാലും അവരുടെ ഗ്രൂപ്പിലൊന്ന് പോയി നോക്കാം. എടാ നിങ്ങൾക്കൊക്കെ എന്നെ ഓർമ്മയുണ്ടോ? അതെന്ത് ചോദ്യ ചേട്ടാ, നിങ്ങളെ ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ മറക്കാൻ പറ്റുമോ? നിങ്ങളല്ലേ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഡ്രോപ്പൊക്കെ എടുത്തത്. അത് തന്നെ ചേട്ടാ, നിങ്ങളുടെ സൗണ്ട് ഞങ്ങൾക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? ഞങ്ങളെ ഫ്രണ്ടാക്കി ആദ്യത്തെ പ്രോ പ്ലെയർ അല്ലേ നിങ്ങൾ? ആ ബ്ലാക്ക് ടീഷർട്ടും പുഷപ്പ് ഇമോട്ടൊക്കെ ഉണ്ടായിരുന്ന അക്കൗണ്ടല്ലേ നിങ്ങളേത്?
നിങ്ങളിപ്പോൾ എന്താ അതിൻ്റെ അകത്ത് ഓൺലൈനിൽ വരാത്തത്? നിങ്ങൾ ഞങ്ങളുടെ സ്റ്റാർ ഫ്രണ്ടാ. നിങ്ങൾ ഓൺലൈനിൽ വരുന്നതും കാത്തിരിക്കുക. ഞങ്ങൾ ഇപ്പം 90 ദിവസത്തിന് മുകളിലായി എന്നാ തോന്നുന്നത്. എവിടെയാണ് നിങ്ങൾ പോയത് ഇത്രയും കാലം? എന്നിട്ട് ഇപ്പം എന്താ ഈ നൂബ് അക്കൗണ്ട് വന്നിരിക്കുന്നത്? എടാ ഒന്നും പറയണ്ടടാ. ഇതുപോലെ ഒരു ദിവസം ഞാൻ രാവിലെ ഗെയിമിൽ കയറാൻ നോക്കിയതാ. അപ്പോഴാണ് കാണുന്നത് എൻ്റെ അക്കൗണ്ട് ബാൻ ആയിന്ന്. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടാ എൻ്റെ അക്കൗണ്ട് ഗരീനെ പിടിച്ച് ബാൻ ആക്കിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയാത്തത്. ഞാനാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചില പ്ലേയേഴ്സ് ആണെങ്കിൽ ഇപ്പോഴും വെറുതെ ഹാക്ക് കയറ്റി കളിക്കുന്നുണ്ട്. എന്നിട്ട് അവന്മാരുടെ അക്കൗണ്ട് ഒന്നും ബാൻ ആയിട്ടില്ല. എന്നിട്ട് എന്നെ വെറുതെ പിടിച്ച് ബാൻ ആക്കി. അയ്യോ ചേട്ടാ, നിങ്ങൾ അത്രയും നല്ല അക്കൗണ്ട് ഗരീനെ പിടിച്ച് ബാൻ ആക്കിയോ? ഭയങ്കര കഷ്ടമായിപ്പോയി. ഏതായാലും നിങ്ങൾ എന്നിട്ട് ഗരീനക്ക് മെയിലൊന്നും അയച്ചു നോക്കിയില്ലേ? എടാ അതൊന്നും അയച്ചിട്ടൊരു കാര്യമില്ല. ഞാനാണെങ്കിൽ യൂട്യൂബിൽ കുറെ വീഡിയോസ് കണ്ടിരുന്നല്ലോ, കുറെ ബംഗാളികളുടേത്. അവന്മാരുടെ അടുത്ത് ID പാസ് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ അക്കൗണ്ട് തിരിച്ചെടുത്ത് തരില്ലേ? എടാ അവന്മാർക്ക് വേറെ ഉടായ്പാടാ. നമ്മുടെ അടുത്ത് പൈസ തട്ടിയെടുക്കാൻ വേണ്ടി വേറെ ഉടായ്പും കൊണ്ട് വരുന്നതാ. ഒരു കാര്യം ഏതായാലും ഉറപ്പായി, എൻ്റെ അക്കൗണ്ട് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നൂബ് അക്കൗണ്ടിൽ ഇപ്പോഴും കളിക്കുന്നത്. പക്ഷെ ഞാൻ ആക്റ്റീവ് ഒന്നും അല്ല. ചേട്ടാ എന്നാലും നിങ്ങൾ കളി മൊത്തത്തിൽ നിർത്തി പോവല്ലേ? നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കാം. ചേട്ടാ നിങ്ങൾ ഏതായാലും കളിയൊന്നും മൊത്തത്തിൽ നിർത്തിപ്പോവല്ലേ? നിങ്ങളാ ഞങ്ങളുടെയൊക്കെ ഇൻസ്പിറേഷൻ. എന്നിട്ട് നിങ്ങൾ തന്നെ കളി നിർത്തിപ്പോയാൽ ഞങ്ങൾക്കൊന്നും കളിക്കാൻ പോലും ഒരു ഇതുണ്ടാവില്ല. പുതിയ അക്കൗണ്ട് വേണമെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ വാങ്ങാം. നല്ല അക്കൗണ്ടൊക്കെ വാങ്ങാൻ കിട്ടില്ലേ? നിങ്ങളൊരു നല്ല അക്കൗണ്ട് വാങ്ങിയിട്ട് വാ. എടാ അതിലൊന്നും ഒരു കാര്യമില്ലടാ. എത്ര നല്ല അക്കൗണ്ട് വാങ്ങിയാലും എൻ്റെ പോയ അക്കൗണ്ടിന് അത്ര വരില്ലല്ലോ. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ നിങ്ങളെപ്പോലുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ ഒരിക്കലും ഗരീനയുടെ മുന്നിൽ തോറ്റു കൊടുക്കല്ലേ. ഇന്നിപ്പോൾ നിങ്ങളുടെ ഒരാളുടെ അക്കൗണ്ട് ആയിരിക്കും പോയത്, നാളെ വേറെയും കുറെ പേരുടെ പോകും. എന്നിട്ടും ഗരീനയുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഉണ്ടാവില്ല. ഇപ്പോഴാണെങ്കിൽ ഹാക്കേഴ്സ് കൂടിക്കൊണ്ട് വരുക. അവരെയാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ഒന്നും അറിയാതെ നിങ്ങളെപ്പോലുള്ള ഫെയർ പ്ലേയേഴ്സിന്റെ അക്കൗണ്ടാണ് ഗരീന ബാനാക്കുന്നത്. ഇതിനെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്താലേ കാര്യമുള്ളൂ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തായാലും നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഞങ്ങളൊക്കെ ഈ ഗെയിം പുതിയതാണെങ്കിലും എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം. താങ്ക്സ് ഡാ, നിങ്ങളെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. എൻ്റെ ചില ഫ്രണ്ട്സ് പോലും എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എടാ നിനക്കൊക്കെ ഇപ്പോൾ ഓർമ്മ വന്നു ഞാൻ ആരാന്ന്? നിനക്ക് ആദ്യമായിട്ട് ഡ്രോപ്പ് എടുത്തുന്ന പ്ലെയറാ ഞാൻ. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയില്ലേ? എൻ്റെ അമ്മോ ചേട്ടാ, നിങ്ങളായിരുന്നു ഇത്. നിങ്ങൾ ഇത്രയും കാലത്തിന് ശേഷം ഗെയിമിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പോലും മനസ്സിലായില്ല. അയ്യോ സോറി ചേട്ടാ, ഞങ്ങൾ അങ്ങനെ സംസാരിച്ചതിന്. നിങ്ങളായിരുന്നു ഒരു സമയത്ത് ഞങ്ങളുടെ റോൾ മോഡൽ. നിങ്ങൾ കാരണം ഞങ്ങൾ ഈ ഗെയിം കളിച്ച് ഇത്രയും നിലയിലേക്ക് എത്തിയത്. സോറി ബ്രോ, ഞങ്ങൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് ക്ഷമിക്ക്.